ഹാപ്പി ഓണം ഗൈസ്. ഞാൻ രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ എന്താണ് ഈ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് എന്നൊക്കെ ചോദിച്ചാൽ ഇന്നലെ മണിമാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇഷ്ട സാധനങ്ങളാണ്. ആ ഒരു റെഡ് ഡ്രസ്സിൽ തന്നെ ഞാൻ വന്ന് കിടന്നുറങ്ങി. ഭയങ്കര ടയർഡായി. രാവിലെ എണീറ്റപ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സൊക്കെ ചെന്നൈയിലാണ്. എനിക്ക് മാറ്റിയിടാൻ ഒരു തുണിയില്ല. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും പട്ട് സാരിയൊക്കെയാണ് ഉടുക്കേണ്ടത്. ബട്ട് റിയലായിട്ട് പണിയെടുക്കുന്നവർക്കറിയാം രാവിലെ ഒന്നും പറ്റില്ല. അതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോഴാണ്. സോ ഞാൻ പപ്പയുടെ ഒരു ടീഷർട്ട് എടുത്തിട്ടിട്ടുണ്ട്. ബ്രഷ് ചെയ്ത് ചായ ഒടിച്ച് നമ്മുടെ ഓണപ്പണികൾ തുടങ്ങാൻ പോകുന്നു. ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ഗോണ ബി എ ഹെക്ടിക് ഡേ. പക്ഷേ വ്ളോഗ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. സോ നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തായതുകൊണ്ട് തന്നെ വീട്ടിൽ പപ്പായും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീടെല്ലാം ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മളിവിടെ ക്ലീനിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുണി മടക്കാൻ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ റൂമിൻ്റെ ചുക്കിലേക്ക് അടിക്കുമായിരുന്നു. ചേച്ചി താഴെ ക്ലീൻ ചെയ്യുന്നു. പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് എനിക്ക് ഈ സ്ഥലം ഫുള്ള് ക്ലിയർ ചെയ്ത് കിട്ടണം. അമ്മയുടെ റൂമിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടുള്ള റൂം പോലും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു റൂം മാത്രം തുണി വെക്കാൻ വേണ്ടി മാത്രം. അതെ, അതും പഴം തുണികൾ. ഞാനിപ്പോ അപ്പനോട് പറയായിരുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കുറച്ച് തുണിയെല്ലാം എടുത്ത് തീ കത്തിക്കണം. കാരണം ഇത്രയും വലിയ റൂമുകളെല്ലാം ഉണ്ടാക്കിയിട്ട് പക്ഷെ ഒരു റൂമും താമസിക്കാൻ സൗകര്യമില്ല. എല്ലാ റൂമിലും തുണികൾ. നമ്മൾ ചെന്നൈയിലൊക്കെയാണ് ഇത്രയും വലിയൊരു റൂം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ പോയിന്റ്. നമ്മുടെ വീട്ടിലെ നല്ല ഭംഗിയുള്ള കോർണറാണ്. പക്ഷെ നമ്മളാരും ഇല്ലാണ്ട് പപ്പായ്ക്കും അമ്മയ്ക്കും മേലേക്ക് കയറാനും വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. ഈ സ്ഥലമൊക്കെ ഇപ്പോൾ ആണെങ്കിൽ വെറുതെ തുണി വിരിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. പയ്യമ്മയും പറഞ്ഞില്ല അവർ തുണികളൊന്നും എടുത്ത് കളയില്ല. ഇത് നമ്മുടെ പഴയ ബുക്സും ആൽബങ്ങളും എല്ലാം കൂടെയാണ്. കുറേയൊക്കെ എടുത്ത് കളഞ്ഞിട്ടും കുറേയൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഗൈസ് ഈ വീട്ടിൽ പൊടി പിടിക്കാണ്ടിരിക്കുന്നത്? കടല വേണം, പക്ഷെ കടല അപ്പൊ എടുത്തോളം പാപ്പ, കഴിച്ചോളം പാപ്പ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിലൊക്കെ കാണാൻ. പക്ഷെ എനിക്ക് പണ്ട് ചാനലുണ്ടായിരുന്നു. ഞാൻ വേണ്ടെന്ന് വെച്ച് വിട്ട്. ഞാൻ വളർന്നാ പിന്നെ ആൻസ് വളരത്തില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച്. അല്ലേ അക്കടു? ആ അക്കടൂന് വരെ അറിയാം. ഭയങ്കര അറ്റൻറ്റീവ് ആണ്. ഇന്നലെ മറ്റേ പരിപാടിയുടെ വീഡിയോ കണ്ടപ്പോഴും അതെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ നോക്കി നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അവള് ഇരുന്ന് ചിരിക്കും. ഞാൻ ഓർക്കൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു. കുഞ്ഞിനൊക്കെ മനസ്സിലാവും അല്ലേ കുഞ്ഞു? എനിക്ക് വലിയ ഇലക്കകത്ത് കൊടുക്കുക, അപ്പോൾ ഒട്ടും താഴെ പോകത്തില്ല. സോ എല്ലാവരും ഹോളിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോളിലിരുന്ന് സോഫ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് മാറ്റി. ഹലോ, എൻ്റെ യൂട്യൂബ് വ്ളോഗാ. ഓണം വ്ളോഗ്. ഹലോ, ഹാപ്പി ഓണം. ആ വലിയ അങ്കിളുടെ അടുത്തോട്ട് പോയിരിക്കേ. ചെല്ലേ, അങ്കിളിനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടല്ലേ? എത്ര നാളിന് ശേഷം അങ്കിളിനെ കണ്ടത്? ഒരു വർഷമായോ മോനെ? 2 കൊല്ലത്തിന് ശേഷം ഫൈനലി അങ്കിളിനെ കണ്ടല്ലേ? സന്തോഷമായോ? നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പോവാണ്. ഞാനൊന്നും കുളിച്ച് ഡ്രസ്സ് മാറാൻ പോവാണ്. എൻ്റെ പണികളൊക്കെ തീർന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പഴയ ഒരു പാവാടയാണ്. ഫുള്ള് ചുളുങ്ങിയിരിക്കുകയാണ്. ഇതൊന്ന് തേച്ചെടുത്തിട്ട് എൻ്റെ ഈ ഒരു ബ്ലൗസുമായിട്ട് പെയർ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമായിട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അക്ഷരമാല സാരി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്.
ഇത് രണ്ടാണ് എൻ്റെ ഓപ്ഷൻസ്. സോ ഫസ്റ്റ് എന്തായാലും ഈ കോലമൊക്കെ മാറ്റി എന്നാൽ കുളിച്ചിട്ട് വരാം. ഓണം ഔട്ട്ഫിറ്റ് ആയിട്ട് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സ്കേർട്ടും ഈ ഷോളും, അതുപോലെ എൻ്റെ ഓണത്തിന് തയ്പ്പിച്ച ഈ ഒരു ബ്ലൗസുമാണ്. ഈ ഒരു ബ്ലൗസ് ഞാൻ ഭയങ്കര കാര്യമായിട്ട് തയ്പ്പിച്ചാണ്, ഒരു യൂസും ഇല്ലാണ്ട് പോയി. ഇപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. എൻ്റെ അക്ഷരമാല സാരി ഇവിടെ കിടപ്പുണ്ട്. ഒരുങ്ങുന്നതിന്റെ ഞാൻ ഷോർട്ട് ഭയങ്കര ഓവറായിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ നോക്കിയോ? പോക്കോ. വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് മുടിയൊക്കെ പിന്നിയിട്ടതാണ്. പക്ഷെ എനിക്ക് മുടിയൊക്കെ പിന്നിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര ബോറ്. ഈ ഫോട്ടോ എടുക്കാൻ അറിയാത്തവരെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ മുടി അഴിച്ചിടാൻ പോവാണ്. എൻ്റെ സ്ഥിരം ഫോട്ടോസ് തന്നെ എടുക്കാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇനി മുടി അഴിച്ചിട്ടുള്ള ഫോട്ടോസ്. എടുത്താലോ? ഇതിപ്പോ വൃത്തിയുണ്ടോ മറ്റേനേക്കാളും? കറി ഒട്ടും അവിടെ ആഭരണങ്ങളില്ലാണ്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ ബ്ലൗസിൻ്റെ ഈ കളറിനോട് ഞാൻ ഭയങ്കര ഡസ്കി ആയിട്ട് തോന്നാൻ എൻ്റെ കയ്യിൽ പൊട്ടുമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇന്നൊരു ദിവസം നല്ല ഡസ്കി ആയിട്ടിരിക്കാം. ഏഞ്ചലിന്റെ കല്യാണത്തിന്റെ സമയത്ത് ഇത് തന്നെയല്ലേ പറഞ്ഞേ? ഏഞ്ചലിന്റെ കല്യാണം കണ്ടിട്ട് ചാത്താ മതി എന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഇത് തന്നെയാണോ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എത്ര കൊച്ചുമക്കളെ കെട്ടിക്കും പറ. ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ എന്താ വലിയ കുഴപ്പം? എന്താ പ്രശ്നം? കുഞ്ഞു മമ്മിയുടെ കൂടെ ചെല്ലുന്നില്ലേ?
ചോക്ലേറ്റ് കഴിക്കാൻ പോ. ആയിരിക്കും. ഓണ കോസ്റ്റ്യൂമിലൊക്കെ പോണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓണ കോസ്റ്റ്യൂം ഇടാനുള്ള ആരോഗ്യമില്ല. പായസം കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ആം ഡൺ. എടാ നമ്മുടെ ഓണ ഇവന്റ് ഇല്ലേ, കുഞ്ഞു അപ്പു മാത്രമേ ഉള്ളൂ ഓണ കോസ്റ്റ്യൂമി. നമ്മുടെ ഓണ ഇവന്റ് ഇല്ലേ, ഓണ ഇവന്റിന് സ്മിഷ ചേച്ചി, മമിത, ഇവര് പ്രാതു എല്ലാരും പറയാ ഞങ്ങള് 5 പേര് മുണ്ട് ഷർട്ടും ഇട്ട് പോകാതെ. സജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാരും മുണ്ട് ഷർട്ട് ഇട്ടോക്കോ, ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഇൻസ്റ്റയിലും യൂട്യൂബിലും കുറെ റോക്ക് പേപ്പർ സിസർ കളിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കിട്ടി. അപ്പോൾ അവിടെ ഫുഡില്ല. കളിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ ഫുഡില്ല. അപ്പൊ നമ്മളിപ്പോ ഫുഡ് വാങ്ങിച്ചിട്ട് ആ ഗെയിം കളിക്കാൻ പോണ്. റോക്ക് പേപ്പർ സിസർ കളിക്കാൻ അറിയാം എല്ലാവർക്കും. അപ്പൊ നീ അത് ആദ്യം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്ക. മന്തി ഇല്ല. ഇവാക്കുലി. അപ്പൊ കസേര എടുത്തിട്ട് കസേരകളെ കളിക്കാം. ഫുഡ് ചാലഞ്ച് ക്യാൻസൽഡ്. ആ ഓക്കെ. കുഞ്ഞ് അതെന്താണെന്നാ പറഞ്ഞത്? ആ ബീഗാണോ? ബീഫ് എന്നാണോ? ബേഗൂണോ? പശു എങ്ങനെ കരയുന്നേ? പശു എങ്ങനെ കരയുന്നേ? അങ്ങനെയാണോ പശു കരയുന്നേ? പൂച്ച എങ്ങനെയാണ് കരയുന്നേ? അപ്പൊ വെറുതെ പോലും പേരുദോഷമാണ്. ഒരു ദിവസം 5 തല കരഞ്ഞോണ്ട് ഞാൻ ഓഫീസിൽ പോവാണ്. കുഞ്ഞു നിന്നേ, കുഞ്ഞു ഇങ്ങോട്ട് പോ. യൂട്യൂബ് നല്ല ഫ്രണ്ട്. യൂട്യൂബാണ്. ഹലോ പറ. എൻ്റെ യൂട്യൂബ് വ്ളോഗായിരിക്കും. കുഞ്ഞുങ്ങ ഒന്നുകൂടി ഇല്ല. ഇത്ര ആഫ്റ്റർ ലോങ് ടൈം നാട്ടിൽ നിന്ന് ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പോവാ. അല്ല 6 മാസം എന്തോ ആയില്ലേ? ഞാൻ സ്ഥിരം കുടിക്കുന്നുണ്ട്. നീ ഇവിടെ വന്നിട്ട് കുടിച്ചോ? അപ്പൊ ഞാൻ കഴിക്കുന്നു. റോക്ക് പേപ്പർ സിസർ. വേണ്ട ഓടക്കോള് ഇത് സ്ലേറ്റാ, നിനക്ക് എഴുതാൻ ഇഷ്ടമല്ലേ? മാജിക് സ്ലേറ്റാ. താങ്ക് യു പറ, താങ്ക് യു പറ. എഴുതാനും എഴുതിയാൽ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മാജിക് സ്ലേറ്റ്. സോ അങ്ങനെ എൻ്റെ ഫൈനലി ഓണം വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ ഇയേഴ്സിന് ശേഷം എനിക്ക് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഓണം കിട്ടിയൊരു ഫീലിംഗ് ഉണ്ട്. ബിക്കോസ് ചെന്നൈയിലാണെങ്കിലും ലൈക്ക് ഓണം ഇവൻ്റ്, ഓണപ്പരിപാടികൾ, ഓണക്കളികൾ അതെല്ലാം നടന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് ഓണക്കോടി എടുത്തു. വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും പ്രോപ്പർ ഓണസദ്യ എൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെയും കസിൻസിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഐ ഹാഡ് എ വെരി ഓണമീ ഓണം. വാട്ട് ഡു യു തിങ്ക്? ജൽ പറ. ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിക്കണോ അതോ ശബ്ദം വെച്ച് പറയുമോ? എൻ്റെ ചേച്ചി വിടുന്നു ഭയങ്കര ചിരി. ലൈക്ക് സീരിയസ്ലി ഇല്ലേ, കുറേ നാളുകൾക്ക് ശേഷം ഓണം ഭയങ്കര ഓണമീ ആയിട്ട് ഫീൽ ചെയ്തില്ലേ? ഓണം ഫെൽറ്റ് ലൈക്ക് ഓണം ദിസ് ഇയർ ഗൈസ്. ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ഈ പ്രാവശ്യത്തെ ഓണം ആക്ച്വലി ഭയങ്കര ഹാർഡ്. ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ ഒരു 1% മാത്രമേ എനിക്ക് ഇവിടെ യൂട്യൂബ് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഐ ആം വെരി 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 സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് ദിസ് ഓണം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഓൾറെഡി ഓണമൊക്കെ കഴിഞ്ഞു. എന്നാലും ഹാപ്പി ഓണം ഗൈസ്.
എൻ്റെ ഈ ഓണം കൊണ്ട് എൻ്റെ യൂട്യൂബിൽ വർഷങ്ങൾക്ക് ശേഷം 2 വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ വീഡിയോ. ഐ ഹോപ്പ് ഐ ക്യാൻ കണ്ടിന്യൂ. സോ ഡു സപ്പോർട്ട്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കസിൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അല്ലാണ്ട് പുറത്തുനിന്ന് എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ സി യു ഗൈസ്, ബൈ ബൈ.